ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശിഷ്ട അതിഥികളായി ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന പ്രൊഫസർ തുളസി, കേന്ദ്ര സമാജം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ മേരി മാത്യു, അതുപോലെ കേന്ദ്ര പ്രതിനിധിയായിരിക്കുന്ന ശ്രീമതി ആലീസ് കോശി, ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഈ ഭദ്രാസനത്തിലെ ഈ യോഗത്തിന് എത്തിച്ചേർന്ന മറ്റ് ഭദ്രാസനങ്ങളിലെയും പ്രിയ സഹോദരി സഹോദരങ്ങൾ, ഇതിന് ശേഷം എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ അമിത പ്രസംഗമാവും. തീർച്ചയായിട്ടും ഇതൊരു വലിയ ആദരവാണ് ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലെയുള്ള ഒരു മേഖലാ സമ്മേളനം പരിമിതമായ സൗകര്യത്തിലെങ്കിലും നടത്താൻ സാധിക്കുന്നു എന്നുള്ളത്, അതിൽ നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ തന്നെയാണ് കഴിഞ്ഞ ബിഷപ്പ് ഇലക്ഷന് കാൻഡിഡേറ്റ്സ് ആയിരുന്ന ആളുകൾ 3 ദിവസം താമസിച്ച് വൈദ്യപരിശോധനയ്ക്കും മാനസികാരോഗ്യ പരിശോധനയ്ക്കും എല്ലാം വിധേയരായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ താമസവും ഈ 2 ദിവസങ്ങളിലെ നിങ്ങളുടെ യോഗവുമെല്ലാം തീർച്ചയായിട്ടും അഭിമാനകരമായ ഒന്നായി മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ആധുനിക കാലത്താണ് നമ്മൾ സൗകര്യങ്ങൾ എന്നുള്ള ഒരു വാക്ക് തന്നെ ഉച്ചരിക്കാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് യാക്കര പള്ളിയിൽ വെച്ച് നടന്ന കുട്ടികളുടെ MGOCSM യോഗത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ പിള്ളേരും ഒരു മുറി തന്നെയാണ്. ആദ്യം ഉറങ്ങുന്നയാൾക്ക് ആദ്യം തലയിണ കിട്ടും. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും അവസാനം കിടക്കുന്ന ആളുടെ തലയുടെ താഴെയായിരിക്കും തലയിണ. അവിടെ ഒരു പരാതിയും ഒരു മുറുമുറുപ്പും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ മുറിയും, ആ മുറിയിൽ കമ്പ്യൂട്ടറും ആ മുറിയിൽ തന്നെ മൊബൈൽ ഫോണും ഒക്കെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഈ കാലത്ത് പഴയ സാഹചര്യത്തിലേക്കൊന്ന് തിരിച്ചു പോയാൽ തീർച്ചയായിട്ടും അതൊരു ഓർമ്മക്കുറിപ്പായിരിക്കും, ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആയിരിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഗ്രഹാതുരത്വം തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ്. നമ്മൾ വളർന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിയായാലും വന്യമൃഗങ്ങളായാലും അവരുടെ പഴയ അവകാശത്തെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അതിന് സർക്കാരിനെയോ അതുപോലെയുള്ള പ്രവർത്തകരെയോ ഉദ്യോഗസ്ഥരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികളായിരിക്കുന്നത്. നമ്മുടെ എല്ലാ പള്ളികളുടെയും മുറ്റങ്ങൾ ടൈലിട്ടതാണ്, എല്ലാ വീടുകളുടെയും മുറ്റങ്ങൾ ടൈലിടുകയാണ്. അവിടെ ഇലവീണ് നമ്മുടെ ജോലിഭാരം വർദ്ധിപ്പിക്കാതിരിക്കാൻ ഉള്ള മരങ്ങൾ പോലും വെട്ടിക്കളയുകയുമാണ്. ചെറിയ കുടിയേറ്റക്കാർ തീർച്ചയായിട്ടും അവരവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ വലിയ റിസോർട്ട് ഉടമകളും വലിയ എസ്റ്റേറ്റ് ഉടമകളും അതിക്രമിച്ച് കയറി കാടുകളില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും ഇന്ന് നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചേ മതിയാവും. പാലക്കാട് ജില്ലയിൽ അതിൻ്റെ അതിർത്തിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. 42 ഡിഗ്രി വരെ ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. മലയാളികൾ കൂടുതലുള്ള ഗൾഫിലേക്ക് മഴയെല്ലാം പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായ്,
UAE പൊതുവെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന വാർത്ത അവിടെ വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതമനുഭവിക്കുന്നുവെന്നാണ്. കേരളത്തിൽ ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നേതൃത്വ പരിശീലന ക്യാമ്പിൽ സംബന്ധിക്കുന്നവർ സ്വാഭാവികമായും ചിന്തിക്കാവുന്ന ഒരു കാര്യം, നമ്മൾ നേതൃത്വം കൊടുത്ത് ഇത്രയും കാലം ഈ നാടിനെയും ഈ രാജ്യത്തെയും പരിപാലിച്ചിട്ട് ഇങ്ങനെയായി എങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് ഇടയാകേണ്ടതില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഈ നേതൃത്വ പരിശീലന ക്യാമ്പിൽ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഭാവി നടപടികളിൽ, ചിന്തകളിൽ, സമീപനങ്ങളിൽ ഒക്കെ ഉണ്ടാകേണ്ടതാണ് എന്ന ഒരു നിർദ്ദേശം മാത്രമേ ഞാൻ ഈ സമയത്ത് വയ്ക്കുന്നുള്ളൂ. ഇവിടെ ജീവിക്കാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പറന്നുപോയാൽ മതി എന്ന് പറയുന്നതൊക്കെ ശുദ്ധ വിവരക്കേടാണ്. നിൻ്റെ രാജ്യം വരയണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മെ ക്രിസ്തു പഠിപ്പിച്ചത്. അത് വിട്ടിട്ട് ഇവിടെ ചൂട് കൂടുമ്പോൾ പറന്നുപോയാൽ മതി എന്ന് പ്രാർത്ഥിച്ചാൽ പറക്കാൻ ചിറക് നൽകുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. മറിച്ച് ജീവിക്കാൻ സാഹചര്യം ഒരുക്കിയ ഒരു ദൈവമാണ്. പക്ഷേ ആ സാഹചര്യത്തെ നമ്മൾ നാശോന്മുഖമാക്കിയിട്ട് പിന്നെയും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും, ചില ആളുകൾ ഉച്ചയ്ക്കും, ചില ആളുകൾ പാതിരാത്രിയും എല്ലാം എഴുന്നേറ്റ് നിൻ്റെ രാജ്യം വരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ ആ കാര്യത്തിൽ നിസ്സഹായനാണ്. നമ്മളില്ലാതെയാക്കിയത് ഉണ്ടാക്കാൻ ദൈവം ശ്രമിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെ നമ്മൾ ഇല്ലാതെയാക്കിയത് നമ്മൾ തന്നെ ഉണ്ടാക്കാനും പരിഹരിക്കാനും സാധിക്കുന്ന ഒരു സമീപനം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു പരിശീലനം ഈ നേതൃത്വത്തിനുണ്ടാകട്ടെ എന്ന ആശംസയും പ്രാർത്ഥനയും എൻ്റെ ഈ അധ്യക്ഷ വചനങ്ങൾ ഉപസംഹരിക്കുന്നു. ഈ 2 ദിവസത്തെ നിങ്ങളുടെ യോഗം, ചിന്തകൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം സഭയുടെ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ, അതുപോലെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ അർത്ഥപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുന്നത് നല്ലതല്ലേ? അതന്നെ. ഈ അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കി, കണ്ടിട്ടുണ്ടോയെന്നൊന്ന്. പുറകിൽ എല്ലാവർക്കും സ്ഥലമുണ്ടോ ഇരിക്കാൻ? ഉണ്ടോ? അത് പുറകിലിരിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവമാണ്. പുറകിലും വാതുക്കലുമാണ് സാധാരണ ആളുകൾ ഇരിക്കുന്നത്. കാരണം വല്ല വഴക്കും ഉണ്ടായാൽ എഴുന്നേറ്റ് ഓടാൻ സൗകര്യമുണ്ടല്ലോ. അടുത്തിരിക്കുന്ന ആളെ നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ ഇനി ഇരിക്കാം. മിക്കവാറും എറണാകുളം ജില്ലയാണ്. നിങ്ങൾ കൂടിയിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷേ തൃശ്ശൂർ ജില്ലക്കാരും എറണാകുളം ജില്ലക്കാരാണ്. കാരണം ഇവിടെ കുടിയേറിയതിൽ ഒരു 90% ആളുകളും കൂത്താട്ടുകുളം, കോലഞ്ചേരി ഒക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഒന്നുകിൽ നേരിട്ട് വന്നവർ, അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട് വന്നവർ. ഞാനിങ്ങനെ കെട്ടിച്ചു വിട്ട് വന്നതാണ് ഇവിടെ എറണാകുളത്ത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. പരിമിതമായ സൗകര്യമാണ് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പഴങ്കഞ്ഞി കുടിച്ച് കഴിയാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ്.
ചില്ലറ വ്യത്യാസങ്ങൾ നിങ്ങളിവിടെ കണ്ടു കാണും. ഈ തിരി വാസ്തവത്തിലൊരു ഉദ്ഘാടകയേ ഉള്ളൂ. നാട്ടുകാരെ എല്ലാം വിളിച്ചത് കത്തിക്കേണ്ട കാര്യമില്ല. ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് മനപ്രയാസം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഈ കത്തിക്കാൻ പറയുന്നത്. അത് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും അവിടെയുള്ള തിരിയുടെ എണ്ണം കുറയുകയും ചെയ്താൽ 3 പേർ ഒന്നിച്ച് കത്തിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഒരു തിരി കത്തിച്ചാൽ മതിയാവുന്നതാണ്. അതൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ള പൊതു ക്രമീകരണങ്ങൾ. നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട അച്ഛന്മാരിവിടെ ഉണ്ട് എന്ന്. അച്ഛന്മാരിവിടെ ഇല്ല എങ്കിൽ പിറ്റേ ദിവസം അവർക്ക് നോട്ടീസ് കിട്ടും. അത് വേറെ കാര്യം. എന്ത് ചെയ്യുന്നു, എന്ത് സംബന്ധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ആഴ്ച തോറും എനിക്ക് റിപ്പോർട്ടുണ്ടാകണം. നിങ്ങളുടെ ശാക്തീകരണത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. ഞാൻ ഈ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ നിന്നുള്ള ആളുകളൊന്ന് കൈവെക്കാമോ? ഓക്കെ. എൻ്റെ മാതൃഭദ്രാസനാണ്. കണ്ടനാട് വെസ്റ്റിൽ നിന്നുള്ള ആളുകൾ? ഓക്കെ, അതും എൻ്റെ മാതൃമാണ്. കാരണം മുൻപ് ഇത് ഒരേ ഭദ്രാസനമായിരുന്നു. ഇനി കൊച്ചിയിൽ നിന്നുള്ളവർ? ഓക്കെ. അങ്കമാലി? കുറഞ്ഞു പോയി എന്താണാവോ? എന്തോ ഇനിയും വരുമോ? അല്ല. തൃശ്ശൂർ നിന്നുള്ളവർ ഉണ്ട്. എത്ര പേരാന്ന് നോക്കിയേ. ഓക്കെ, ഇത് കാലത്ത്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പള്ളികളിൽ സ്ത്രീകൾ പഴയ നിയമം വായിക്കണമെന്ന് നിർബന്ധമുള്ള പള്ളിക്കാരൊന്ന് കൈപ്പൊക്കാമോ? തൃശ്ശൂരുകാരല്ലാത്തവർ. പത്ത് 60 കൈ താഴ്ത്തി കേട്ടോ. 10-60 ആണ്ടുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകളല്ല, 8-9 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലങ്കര സഭ എടുത്തൊരു തീരുമാനമാണ്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ വികാരിമാരോട് പോയി അച്ഛാ ഞങ്ങളൊന്ന് വായിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്? കൈപൊക്കാമോ? എന്തുകൊണ്ടാണ് നിങ്ങളെ അനുവദിക്കാത്തത്? അല്ല, അങ്ങനെ വരുമ്പോൾ പള്ളിയാണെന്ന് നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പുസ്തകമായിട്ട് മുമ്പോട്ട് ചെന്ന് അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവും. ഒതുങ്ങിയിരുന്നാൽ ഈ രാജ്യത്ത് ഒന്നും നടക്കില്ല, ഈ ലോകത്ത് ഒന്നും നടക്കില്ല. പള്ളി കമ്മിറ്റികളിൽ അംഗമായ ആളുകൾ, തൃശ്ശൂരത്തെ കാര്യമല്ല പറയുന്നത്, ബാക്കിയുള്ള ഭദ്രാസനങ്ങളിൽ നിന്ന് എത്ര പേരുണ്ടാവും പള്ളി കമ്മിറ്റികളിൽ? ക്രൈസ്താനികളായ എത്ര പേരുണ്ടാവും? സെക്രട്ടറിമാരായ ആളുകൾ എത്രയുണ്ടാവും? ഈ ഭദ്രാസനത്തിൽ പള്ളികളിൽ 2 വനിതകളെങ്കിലും കമ്മിറ്റിയിലില്ല എങ്കിൽ കമ്മിറ്റി അംഗീകരിക്കപ്പെടില്ല. ഇത് നിങ്ങളുടെ മെത്രാപ്പോലീത്താമാരോട് പറയേണ്ടതും അച്ഛന്മാരോട് ആവശ്യപ്പെടേണ്ടതുമാണ്. ഈ ശാക്തീകരണം എന്ന് പറഞ്ഞ് ഇതുപോലെ പഴയന്നൂരും കൊല്ലത്തും കൊയിലാണ്ടിയിലും യോഗം നടന്നാൽ ഒരു ഗ്രാസും നടക്കില്ല. അവിടെയാണ് നമ്മുടെ ഈ സമ്മേളനത്തിലെ പ്രഥമ ക്ലാസ് ആരംഭിക്കേണ്ടത്. ഒന്നാമത് അവനവനെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടാകണം ഓരോ വനിതയ്ക്കും. നിങ്ങളെല്ലാം കണ്ണാടിയിൽ നോക്കുന്ന ആളുകളാണ്. നോക്കാത്ത ആളുകളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ആരാണ്, ഈ ഒരു ചോദ്യം ചോദിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം.
യേശു തമ്പുരാൻ അവനവനെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ സാക്ഷാൽ വഴിയും സത്യം. ആ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരിൽ ഏറ്റവും അഭികാമ്യമായ നേതൃത്വമുള്ള വ്യക്തിയായിരുന്നു നസ്രാത്തുകാരൻ യേശു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു വ്യക്തിയുടെ മതവിദ്യാഭ്യാസം, വളർച്ച, പൊതുവിദ്യാഭ്യാസം, ഈ കാര്യങ്ങളിലെല്ലാം അടിസ്ഥാന ഉത്തരവാദിത്വമായിരുന്ന അമ്മമാർക്കാണ്. ഈ കന്യാമറിയാമിനെക്കുറിച്ച് പല വാദഗതികളും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, തൻ്റെ മകനെ ഇത്ര പ്രസിദ്ധനാക്കത്തക്ക വിധത്തിൽ പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നത് ആ സ്ത്രീയാണ്. എന്ന് പറഞ്ഞാൽ യേശു തമ്പുരാനിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ, എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടായിരുന്നുവോ, എന്തെല്ലാം വ്യക്തിപ്രഭാവങ്ങളുണ്ടായിരുന്നുവോ, എന്തെല്ലാം സമീപനത്തിലെ നിർണായകതയുണ്ടായിരുന്നുവോ, അതിൻ്റെ എല്ലാം ഉത്തരവാദി ഈ ഒരു വ്യക്തിയാണ്. അവൻ ചെയ്ത കാര്യങ്ങളെ എങ്ങനെ കണ്ടു എന്നുള്ളത് വേദപുസ്തകത്തിലുണ്ട്. ഉള്ളിൽ സംഗ്രഹിച്ച് അവൻ്റെ പിന്നാലെ നടന്നു. അതെവിടം വരെ പോയി? ക്രൂശ് വരെ പോയിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും അവളുണ്ടായിരുന്നു. ആ സാന്നിധ്യമാണ് 12 വയസ്സിന് ശേഷം, ഒരു പക്ഷേ 30 വയസ്സുവരെയുള്ള കാലഘട്ടത്തിലെങ്കിലും യേശുവിനെ യേശുവാക്കി തീർത്തത്. ദൈവപുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഒരു മനുഷ്യാവതാരം ചെയ്ത ദൈവസന്തതി എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങൾ മക്കളെ വളർത്തിയവരാണ്. മോളെ വല്ലോൻ്റെയും വീട്ടിൽ പോകേണ്ടതാണ്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിച്ചോളണമെന്ന് പറഞ്ഞ അമ്മമാരെത്രയുണ്ട് എന്ന് ചോദിച്ച് കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു പരിധി വരെ ഇതിന് ഉത്തരവാദികളാണ്. അവനവനെ മനസ്സിലാക്കുന്ന വിധത്തിൽ സ്ത്രീകളെ പക്വപ്പെടുത്താൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. പല സ്വാഭാവികമായ നിർദ്ദേശങ്ങളും ലഭിക്കും. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഈ കാലത്ത് വളരെയധികം ആശങ്കയുള്ളവരാണ് മാതാപിതാക്കൾ. മക്കളെ സംബന്ധിച്ച് അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ട തൊഴിലിനെക്കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ട പങ്കാളിയെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ധാരാളം നിർദ്ദേശങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നുണ്ടാവും. ടീച്ചർ പറഞ്ഞു വസ്ത്രധാരണത്തിൻ്റെ പരിമിതിയെക്കുറിച്ച്. എന്താണ് വസ്ത്രം, എന്തിനാണ് വസ്ത്രം, ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ടാകും. അത് നമ്മുടെ ആശങ്കയാക്കണേ എന്തിനാ? അവരതാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ. അവിടെ അയ്യോ അതങ്ങനെ പാടില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെയേ പാടുള്ളൂ, ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ നമ്മെ നാം ആക്കുന്നത് ഈ നിർദ്ദേശങ്ങളാണോ അതെയോ നമ്മെ സൃഷ്ടിച്ച ദൈവമാണോ? ഈ കുഞ്ഞ് ആരായിത്തീരും എന്ന് യോഹന്നാൻ്റെ പേരിടിയിൽ കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട്. അതൊരു തുറന്ന ചോദ്യമാണ്.
തീരുമാനിച്ച നിർണയമല്ല. കാരണം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് അറിഞ്ഞ് പേരിടാൻ മനുഷ്യന് കഴിയുന്ന ഒരു സമയമുണ്ടായിരുന്നു, തോട്ടത്തിൽ നിന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പോൾ ക്രിസ്തുവിൽ ആ കഴിവ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ് ആരായിത്തീരണം എന്നുള്ളത് ആ കുഞ്ഞിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ദൈവാത്മാവിൻ്റെ വരദാനം ഉണ്ട്. ആ വരദാനം ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുപാടുകളുടെ നിർദ്ദേശങ്ങളെ വിലയിരുത്തുകയും ആ വിലയിരുത്തുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കുകയും ചെയ്യാനുള്ള ബുദ്ധിശക്തിയും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഏതോ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ, മോനെ തിരുമേനി നോക്കും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചിനി തിരുമേനിമാരെ കാണുമ്പോൾ എല്ലാം ഇങ്ങേരെ എന്നെ മര്യാദയ്ക്ക് ഇരുത്താൻ വന്നതാണ്. അച്ഛന്മാരെയും തിരുമേനിമാരെയും കാണിച്ചാണ് പിള്ളേരെ പേടിപ്പിക്കുന്നതും ചോറ് കൊടുക്കുന്നതും. ഞാൻ ഇതുവരെ ആകെ ഒരാളെ തല്ലിയിട്ടുണ്ട്, അതൊരു അച്ഛനെയാണ്. അതിന് തക്ക കാരണം ഉണ്ടായിരുന്ന ആൾ ഉരുണ്ട് വീഴുകയും ചെയ്തു, അത് വേറെ കാര്യം. അങ്ങനെ പിള്ളേരെ ഞാൻ പേടിപ്പിക്കാറില്ല. നീ അച്ഛന്മാരെയൊക്കെ ചിലപ്പോൾ പേടിപ്പിക്കാറുണ്ട്, അത് വേറെ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ധാരണ, ഇതുപോലെയുള്ള ധാരാളം ധാരണകൾ മൊബൈൽ ഫോണിലെ ഗെയിമിൽ കയറിയിരുന്നിട്ട് ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അമേരിക്കയിലെ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, സായിപ്പിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഭാര്യ വളരെ പ്രത്യേകമായി വസ്ത്രമൊക്കെ ധരിച്ച് മുഖത്ത് കുറേ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ ഭർത്താവ് യു ലുക്ക് ടെറിഫിക്. ഒരു കാര്യവും ഇല്ല. ഇത് തന്നെ വേറെ ഏതെങ്കിലും പെൺപിള്ളേരോടും അവൻ പറഞ്ഞിട്ടുണ്ടാവും. ഭർത്താവ് ഇങ്ങനെ നല്ല ടൈയൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ ഭാര്യ പറയും യു ലുക്ക് സ്മാർട്ട്. ചുമ്മാ പറഞ്ഞതാ. ഇത് കണ്ട് അന്ധാളിച്ചാൽ സ്വാഭാവികമായി മറ്റുള്ളവർ കളിയാക്കുകയുള്ളൂ. അപ്പം ആദ്യം അറിയേണ്ടത് ഞാനാരാണ് എന്നാണ്. അതിനുള്ള അന്വേഷണം നേതൃത്വത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നേതൃത്വ ഗുണങ്ങളെ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. യേശു തമ്പുരാൻ ഏറ്റവും നിർണായകമായ നേതൃത്വ ഗുണമുള്ള ഒരാളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൻ മനസ്സിലാക്കിയത് അവൻ്റെ മാത്രം ആവരുത് എന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ചോദിച്ചത്, നാട്ടുകാരെന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഒന്നാമത് നമുക്ക് നമ്മെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. രണ്ടാമത് ആ ധാരണ മറ്റുള്ളവർ പങ്കിടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. പല ധാരണകളെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞു, ചിലർ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു. അവരുടെ യേശുവിൻ്റെ പ്രവർത്തനത്തെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഒരിക്കലും അവരുടെ മനസ്സിൽ ദൈവപുത്രൻ എന്ന ചിന്ത വന്നിട്ടേ ഇല്ല. കാരണം അങ്ങനെ ഒരു കേട്ടിട്ടേ ഇല്ല. ദൈവപുത്രൻ എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ് എന്നാണ് യഹൂദന്മാരായ ആളുകൾ ചിന്തിച്ചിരുന്നത്. ദൈവത്തിന് പുത്രനോ പുത്രിയോ ഉണ്ടാകാനൊക്കില്ല.
അവിടെയാണ് ദൈവം തന്നെ പത്രോസിന് വെളിപ്പെടുത്തേണ്ടി വന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മെ എങ്ങനെയാണ് നാട്ടുകാരറിയുന്നത്? ഇത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിൻ്റെ വിഷയമാണ്. ഇപ്പോൾ ടീച്ചറുടെ ഭർത്താവ് ഇലക്ഷന് നിൽക്കണ്ടെന്ന് പറഞ്ഞു. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ല. കഴിഞ്ഞ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ധാരാളം പേരുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരാകുന്ന ധാരാളം പേരുണ്ട്, സന്യാസിനികളാകുന്ന ധാരാളം പേരുണ്ടാകും. വിവിധ മതങ്ങളിൽ നേതൃത്വത്തിൽ വരുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ അവരവരെ തിരിച്ചറിഞ്ഞിട്ടാണോ അതോ വേറെ കാരണങ്ങൾ കൊണ്ടാണോ അവരാ സ്ഥാനത്തേക്ക് വരുന്നത്? അങ്ങനെ വരുമ്പോൾ ആളുകൾ എന്താണ് അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സമാജ പ്രവർത്തകരായിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ, ഏതെങ്കിലും കാരണത്താലാണ് എന്ന് ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നേതൃത്വത്തിൻ്റെ പൂർണ്ണത വരുന്നത്. ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും വീതി കരയുള്ള മുണ്ടുമൊക്കെ ആയിട്ട് ഡയറി കക്ഷത്തിൽ വെച്ച് തെക്ക് വടക്ക് ഓടുന്ന ഒരാൾ ചിന്തിക്കുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഇന്ന പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. നാട്ടുകാർ അദ്ദേഹത്തെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക? ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കോമാളി വേഷമുണ്ടായിരുന്ന ഒരു മുതലാളിയുണ്ട്, ബോച്ചോ എന്ന് പറയും അല്ലേ, ബോബി ചെമ്മണ്ണൂർ. പൊതുവെ ഒരു കോമാളി വേഷം, ഒരല്പം തട്ടിപ്പുകാരനുമാണ്. ഇവിടെ ഈ ചുമന്ന മണ്ണ് അടുത്ത് കുറേ സ്ഥലം മേടിച്ചു, വലിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ ചെയ്ത പാർട്ടിയാണ്. ചില്ലറ മുതലാളിയുമാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വേറൊരു കാര്യമാണ്. സൗദി അറേബ്യയിലെ ജയിലിലായിരുന്ന ഒരു മനുഷ്യന് വേണ്ടി 34 കോടി രൂപ, ആരെയോ ദൈവം വിളിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു, 34 കോടി രൂപ ശേഖരിച്ചു. അങ്ങനെ പോലെയുള്ള ഒരാൾ ഇറങ്ങി നടന്നാൽ കിട്ടും. ഇതൊരു സ്വയം തിരിച്ചറിവിൻ്റെ മേഖലയാണ്. ആ തിരിച്ചറിവ് മറ്റുള്ളവരിൽ പങ്കിട്ടിട്ടുണ്ടോ എന്ന ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമാജാംഗങ്ങൾ എന്തുകൊണ്ട് സമാജാംഗങ്ങളായിരിക്കുന്നു? മലയാളത്തിലൊരു വാക്കുണ്ട്, നിയോഗം എന്ന വാക്ക്. അതെൻ്റെ നിയോഗമാണ് എന്ന ബോധ്യമുണ്ടോ? ആ നിയോഗത്തിൻ്റെ എല്ലാ വരുംവരായികകളും നേരിടാൻ തയ്യാറായ ഒരു വ്യക്തിയാണോ? ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ കേന്ദ്ര പ്രസിഡൻറ്റിനെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അഭിവന്യ ദിയസ്കോറോസ് തിരുമേനി. ഈ ദിവസങ്ങളിലാണ് എല്ലാ മേഖലകളിലും യോഗം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അദ്ദേഹം കൊല്ലത്ത് പോകും. അപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല, ഖേദപൂർവ്വം അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിയോഗം ആണ് എന്ന ബോധ്യമുണ്ടോ? ആ ബോധ്യം മറ്റുള്ളവർ പങ്കിടുന്നുണ്ടോ?
വെള്ള ഷർട്ടും വീതിക്കരയുള്ള മുണ്ടുമുടുത്ത് പ്രവർത്തനത്തിനിറങ്ങുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തയാണ് പങ്കിടുന്നത്? ഇന്നലെ തിരുമേനിയെ കണ്ടപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ശുശ്രൂഷകരുടെ ഒരു യോഗമായിരുന്നു. അതിൽ പറഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എനിക്ക് വീഡിയോയിൽ ആരും അയച്ചു തന്നതാണ്. ശരിയായൊരു ഉത്തരമാണ് കൊടുത്തത് എന്നുള്ള ബോധ്യം എനിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇപ്പോൾ പലയിടത്തും 1ഉം 6ഉം മാത്രമേ തുബദേൻ വായിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ, ബാക്കിയുള്ള തുബദേനെല്ലാം ഓപ്ഷണലാണ്. അതിൽ തന്നെ ചില ആളുകൾ ഈ മൈക്കിങ് ഊരി കയ്യിലേക്ക് പിടിച്ചിട്ട് അതെങ്ങാണ്ട് ഓടിപ്പോകുമെന്നുള്ള ഭാവത്തിൽ ബലമായിട്ട് പിടിച്ചിട്ട് 5-ാം തുബദേൻ ചൊല്ലും. 5-ാം തുബദേൻ 5 എണ്ണം ഉണ്ട്, 5-ാം തുബദേൻ തന്നെ. അതിൽ തന്നെ കുറേ കാലം മുമ്പ് നമ്മുടെ തന്നെ കുർബാനക്രമത്തിൽ ആദ്യമുള്ള പിതാക്കന്മാരുടെ പേരെല്ലാം ഒഴിവാക്കിക്കൊണ്ടൊരു തുബദേൻ ഉണ്ടായിരുന്നു. ഇപ്പം അത് എടുത്തു കളഞ്ഞു. കാരണം ഈ ചൊല്ലുന്നയാളിൻ്റെ ശബ്ദം നാട്ടുകാർ കുറച്ച് അധികം നേരം കേൾക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. എൻ്റെ ശബ്ദം നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം സൃഷ്ടിക്കുക. എൻ്റെ മുഖം എല്ലാ ദിവസവും ടെലിവിഷനിലുണ്ടാവണം. അപ്പോൾ രാഷ്ട്രീയക്കാരനായാൽ അങ്ങനെ ഉണ്ടാവാൻ പറ്റും. നിങ്ങൾ അച്ഛന്മാരുടെയും മെത്രാച്ചന്മാരുടെ ഇടയ്ക്ക് നല്ല രീതിയിൽ ഹൂത്തോമോ ചൊല്ലുന്നതാണ് എങ്കിൽ നാട്ടുകാർ ഉണ്ടാവും. അതിനാണോ ഈ അച്ഛനായത്? അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും മുൻപിൽ ഒരു മുഖ്യ സ്ഥാനം ലഭിക്കാനാണോ സമാജാംഗമായത്? ഞാൻ പറഞ്ഞു, ഒരു നിയോഗമുള്ള വ്യക്തി ആ നിയോഗത്തിൻ്റെ എല്ലാ വരായികകളും നേരിടാൻ തയ്യാറായിരിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, അത് വേണ്ട, നമുക്കത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അബദ്ധവശാൽ പുള്ളി ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൽ ഉത്ഥാനമുണ്ട്. നിനക്കങ്ങനെ സംഭവിക്കരുതെന്നല്ലേ പറഞ്ഞേ? അത് ഉത്ഥാനമുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും പുള്ളിയുടെ ആത്മാവ് പോയി. പീഡിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമ്മുടെ പിള്ളേരെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ വളർന്നു വന്നപ്പോൾ നമ്മളെക്കുറിച്ച് എന്തായിരുന്നു സ്വപ്നം, ധാരണ? ആ ധാരണ നമ്മുടെ മാതാപിതാക്കൾ പങ്കിട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു ബന്ധുവുണ്ട്, കോലഞ്ചേരി അടുത്താണ്. 2 പെൺപിള്ളേരാണ്. ആ മൂത്ത കൊച്ചിന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. 12ാം ക്ലാസ്സിലേക്ക് വന്നേ ഉള്ളൂ. മാതാപിതാക്കൾക്ക് ഇവളെ എൻജിനീയറാക്കണം. മാതാപിതാക്കൾ ഇവൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയിരുന്നു, ബോധം കെട്ടു വീണു. ഇതുവരെ ആ കൊച്ചിൻ്റെ ബോധം നേരാമണ്ണം തിരിച്ചു വന്നിട്ടില്ല. വർഷങ്ങൾ 10-25ആയി. തനിക്ക് തന്നെക്കുറിച്ചുള്ള ധാരണ തൻ്റെ മാതാപിതാക്കൾ പങ്കിടുന്നില്ല എന്ന ബോധ്യം ഉണ്ടാക്കിയ വിഭ്രാന്തി മാനസിക അസ്വസ്ഥതയാണ്. അതിൽ നിന്ന് മോചിതയായിട്ടില്ല. ആ കൊച്ചിൻ്റെ അപ്പൻ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു. എൻ്റെ ഒരു ബന്ധുവാണ്. അവിടെ ഒരു വലിയ ഭാരം കയറിയിരിക്കുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു, എൻ്റെ
എന്നെക്കുറിച്ചുള്ള ധാരണയനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ മക്കളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന വിഭ്രാന്തികൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ? കൊച്ചുനാളിലെ പിള്ളേർ പലതും പറയും. എനിക്ക് ബസ് കണ്ടക്ടർ ആകണം എന്ന് പറഞ്ഞ ആൺപിള്ളേരുണ്ടാവും. ആയിക്കോളൂ. വളർന്നു വരുമ്പോൾ അവൻ അഭിപ്രായം മാറ്റും. അങ്ങനെ ആട്ടെ മോനെ, നിനക്കതാണ് ആഗ്രഹം. അതിന് പകരം പോരെ അതൊന്നും പറ്റില്ല, അമ്മമാർ പറയണതാണ്. അതൊക്കെ മോശം പണിയല്ലേ. എങ്ങനെ മോശം പണിയാവണേ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഈ ടിക്കറ്റ് തരാൻ ആരെങ്കിലും വേണ്ടേ? എനിക്ക് പോലീസുകാരനാണ്. ഏത് പോലീസുകാരൻ? ഉരുട്ടിക്കൊല്ലുന്ന പോലീസുകാരൻ? അതൊന്നും വേണ്ട. അയ്യോ, നോ എന്ന വാക്ക് ഇല്ലാതിരിക്കുക വളർന്നു വരുമ്പോൾ. എക്സ്പ്ലോർ ഇൻ ടു ദ പോസിബിലിറ്റീസ് എന്നൊരു പ്രയോഗമുണ്ട്. സാധ്യതകളിലേക്ക് അന്വേഷിക്കുക. കന്യാമറിയാമും യേശുതമ്പുരാനും തമ്മിൽ ദൈവാലയത്തിൽ വെച്ചുണ്ടായ ഒരു സംഭാഷണമുണ്ട്. വളരെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണത്. അയ്യോ, നിൻ്റെ അപ്പനും ഞാനും വളരെ വിഷമിച്ചു നിന്നെ കാണാത്തത് കൊണ്ട്. അപ്പോഴാണ് യേശുതമ്പുരാൻ്റെ, എനിക്കറിയാം ഞാൻ ആരാണ് എന്ന്, ഞാൻ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതല്ലേ ഉചിതം. പിന്നെ മാതാവ് ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ഒരഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. 30-ാം വയസ്സിൽ നാട് നന്നാക്കാൻ ഇറങ്ങി. തർക്കിക്കാൻ നിന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ബന്ധുമിത്രാദികളെക്കുറിച്ച്, പങ്കാളികളെക്കുറിച്ച് ദൈവത്തിന് ആ സൃഷ്ടിയിൽ തന്നെ ഒരാഗ്രഹമുണ്ട്. പക്ഷെ അത് പുള്ളി ഉറക്കത്തിലൊന്നും വന്ന് പറയാറില്ല. കണ്ടെത്തണം. കണ്ടെത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കും തീർച്ചയായിട്ടും. ഇവിടെ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി വലിയ ജോലിയിലായിരുന്ന ആളുകൾ തിരിച്ചു വന്ന്, ഇന്നലെ ഞാൻ കണ്ട ഒരു സ്ത്രീയുടെ വീഡിയോയാണ്. ദുബായിൽ വലിയ ജോലിയിലായിരുന്നതാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഷൂ നന്നാക്കുന്ന, ക്ലീൻ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി. കൊച്ചിയിലാണ്. ആളുകൾ ചീത്ത പറയും, വല്ലോൻ്റെ കാലയിലിടുന്ന സാധനം ക്ലീൻ ചെയ്യുന്ന പണിയെ. സാവകാശം ലക്ഷങ്ങളാണ് കിട്ടുന്നത്. ആളുകളെല്ലാം ഇവിടെ ജോലിയില്ലാന്നും പറഞ്ഞ് ഓസ്ട്രേലിയക്കും കാനഡയ്ക്കൊക്കെ പോകും. അവിടെ ജോലി ചെയ്യുന്നത് എന്താണെന്നറിയോ? വല്ലവൻ്റെ മേശത്തോടൊപ്പാ പാത്രം കഴുകലാണ്. ഇവിടെ അമ്മയ്ക്ക് ഉണ്ട പാത്രം വീട്ടിൽ അടുക്കളയിൽ എടുത്തുകൊണ്ട് കൊടുക്കില്ല. നിങ്ങൾ ഉന്തി തള്ളി വിടുകയും ചെയ്യും. മോനെ രക്ഷപ്പെട്ടു. എന്താ രക്ഷപ്പെട്ടനെ? ഒരു രക്ഷപ്പെടലും ഇല്ല. വളരെ ചുരുക്കം ആളുകൾക്ക് തരക്കേടില്ലാത്ത ജോലി ഉണ്ടാവും. പക്ഷെ 2 തലമുറ കൊണ്ട് തീരും ആ കഥ. അപ്പോൾ കന്യാമറിയാം തർക്കിച്ച് നിൽക്കാതെ കൂടെ പോന്നവനെയും കൊണ്ട് പോയി 30 വയസ്സ് വരെ അവൻ്റെ ആഗ്രഹമനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അത്രേ ഉള്ളൂ. ഇത് നേതൃത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്ന്, നമുക്ക് നമ്മെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക. 2, നമ്മെക്കുറിച്ചുള്ള ബോധ്യം
മറ്റുള്ളവർ പങ്കിടുന്നു എന്ന അവസ്ഥ സൃഷ്ടിക്കുക. 3, ഈ ബോധ്യത്തിൻ്റെ വരുംവരായികകൾ നേരിടാൻ തയ്യാറാവുക. അതിന് എതിർപ്പുകളുണ്ടാകാം. ആ വരുംവരായികയിൽ സന്തോഷമല്ലാത്ത സാഹചര്യമുണ്ടാകാം. ആ വരുംവരായികയിൽ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയുണ്ടാകാം. ആ വരുംവരായികയിൽ അപകടങ്ങളുണ്ടാകാം. പൗലോസ്ലീഹ ഏതാണ്ടൊക്കെ പറയുന്നില്ലേ, ഈ പറഞ്ഞ ആളുകളെ ഓർപ്പിക്കുന്നു മാത്രം. നമ്മളിത് വായിച്ച് ധ്യാനിച്ച് ഈ വികാരം കൊള്ളുന്ന ആളുകളാണല്ലോ, അതുകൊണ്ടായി പറഞ്ഞു. അതല്ലാതെ വിവേകമുണ്ടാകാൻ പലപ്പോഴും നമ്മുടെ വേദപുസ്തകത്തെക്കുറിച്ചുള്ള ധാരണ തന്നെ വളരെ പെശകാണ്. വേദപുസ്തകം വായിച്ച് വികാരം കൊള്ളാനാണ്. പിന്നെ ഈ നമ്മുടെ ഈ വടക്കൻ ദേശത്ത് അങ്ങനെ കാര്യമായിട്ട് വായിക്കുന്ന ഒരു സാധനമല്ല ഈ വേദപുസ്തകം എന്ന് പറയുന്നത്. ആരും കാണാതെ കാശ് സൂക്ഷിക്കാനോ പിന്നെ അപ്പം മരിക്കുമ്പോൾ വായിക്കാനോ ഉള്ള ഒരു സാധനമാണ്. അത് തന്നെ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് വായിപ്പിക്കും. അവർ വായിക്കണത് എന്താണെന്ന് അവർക്കോ കേൾക്കുന്നവർക്കോ വലിയ വിവരം ഉണ്ടാവില്ല, വായിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകത്തിലെ വായിച്ച് ധ്യാനിക്കുക എന്നൊന്ന് മധ്യ തിരുവിതാംകൂറിൽ മർത്തോമക്കാരുണ്ടാക്കിയ ഒരു കുസൃതിയാണത്. നിങ്ങളും അതിൽപ്പെടും. വായിച്ച് വികാരം കൊള്ളാനുള്ള ഒന്നല്ല, അത് വിവേകമുണ്ടാക്കാനുള്ളതാണ്. അതൊരു പാഠ്യവസ്തുവാണ്. അത് ഓർത്തഡോക്സ് സഭയുടെ നിലപാടിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. പാഠ്യവസ്തുവാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സഭയുടെ അടിസ്ഥാന സുവിശേഷം യോഹന്നാൻ്റേതാണ്. വീടിൻ ഭരണം ശീമോനെ, സുവിശേഷം അതാണ്. കാരണം യോഹന്നാൻ ഈ ശിഷ്യന്മാരെ പോലെ കൊച്ചു വർത്താനം പറയുന്ന പാർട്ടിയല്ല, മറ്റു പേരെ പോലെ വളരെ താത്വികമായി യേശു തമ്പുരാനെ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, വളരെ ഫിലസോഫിക്കലായിട്ടാണ്, തത്വശാസ്ത്രപരമായിട്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായി കഥ? വല്ല കുരുടന് കാഴ്ച കൊടുത്തു എന്നുള്ളതോ, അല്ലെങ്കിൽ മുടന്തന് സൗഖ്യം കൊടുത്തു എന്നുള്ളതോ, അല്ലെങ്കിൽ സക്കായുടെ വീട്ടിൽ പോയി എന്നുള്ളത്, അങ്ങനെയുള്ള കഥയൊക്കെ പറ. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ചില ആളുകളുണ്ട്, ഒരു 1000 രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുണ്ടാവും. അതൊരു 100 പേർക്കായിട്ട് അങ്ങനെ കൊടുത്ത് എണ്ണം ഉണ്ടല്ലോ, 100 പേർക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്തൊരു നിർവൃതിയാണെന്നറിയാം. 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു കർത്താവ്. അതുകൊണ്ട് നമ്മൾ ഈ ആശുപത്രി കിടക്കുന്ന 10 പേർക്ക് ഭക്ഷണം നല്ലതാണ്. പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാര്യം. ആർക്കും ഭക്ഷണം വാങ്ങേണ്ടതില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റും, നമുക്ക് പറ്റും. കോടികൾ മുടക്കി പണിയുന്ന പള്ളികളിലെ അത്യാവശ്യ സൗകര്യങ്ങൾ നിലനിർത്തി ബാക്കിയുള്ള കാശ് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആളുകൾക്ക് കൊടുത്താൽ ഉണ്ടാവും. പക്ഷെ നമ്മളത് കൊടുക്കില്ല. എന്നിട്ടത് ഈ ചൂട് കൂടുമ്പോൾ AC, സെൻട്രലൈസ്ഡ് AC ആണ് ഞങ്ങളുടെ പള്ളി, കേമായിപ്പോയി. കർത്താവ് അവിടെ AC സുഖിക്കാനായിട്ട് വരികയല്ലേ. ഉണ്ട്, യൂറോപ്പിൽ ചെന്ന് കണ്ടാൽ മതി. സെൻട്രലൈസ്ഡ് AC വേണ്ടാത്ത രീതിയിൽ പണിത പള്ളികൾ ഇപ്പോൾ മദ്യശാലകളാണ്. സാവകാശം ആയിക്കോളൂ. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ വരുംവരായികകൾ നേരിടാൻ അതെപ്പോഴും സന്തോഷമായിരിക്കണമെന്നില്ല. അല്ല, ഈ അടുത്ത ദിവസവും ഞാൻ ആരോടൊക്കെ വർത്താനം പറഞ്ഞു, ഈ മുസ്ലിം സമുദായാംഗങ്ങളുണ്ടല്ലോ, അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിന് കുറേ ചീത്ത കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്തിടെ ഒരു സഹോദരി ചോദിച്ചു, തിരുമേനി എന്തിനാ അവരെ കുറ്റം, അവരെ ഇങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു, അവരെൻ്റെ സഹോദരങ്ങളാണ്, അബ്രഹാമിൻ്റെ മക്കളാണ്. പിന്നെ ഇവിടുത്തുകാരും നല്ലൊരു ശതമാനവും അവരുടെ നാട്ടിൽ പോയാണ് കാശ് കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ 2 മാസം പോയി അവരുടെ നാട്ടിൽ. ഒരു ചോദ്യം എങ്ങും ഉണ്ടായില്ല. ഞാൻ മക്ക വരെ പോയി.
എന്നെ കൊണ്ടുപോയ മുസ്ലിം സഹോദരൻ ഡ്രൈവർ പറഞ്ഞു വേണമെങ്കിൽ കാബായിലേക്ക് പൊക്കോളാം, അവിടെയും കുഴപ്പമില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഭാംഗങ്ങൾ ഓടിക്കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവിടെയും പോയേനെ. അവിടെ ആരാധനയ്ക്കല്ല, പങ്കാളിത്വത്തിനാണ്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അവരെ ആദരിക്കുക, പങ്കാളിത്വം. ഞാൻ പറഞ്ഞത് പ്രതിസന്ധികൾ ഉണ്ടാകാം നേതൃത്വത്തിൽ വരുമ്പോൾ. ഈ ഷർട്ടേൽ ചെളി പറ്റരുത് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഉടുപ്പേൽ ചെളി പറ്റരുത് എന്ന് വിചാരിച്ച് നടക്കുന്ന ധാരാളം പേര് നേതൃത്വത്തിൽ വരും. അത് നേതൃത്വത്തിൻ്റെ താല്പര്യം കൊണ്ടല്ല, മറിച്ച് അവനവനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറുള്ളവരായിരിക്കും. വെല്ലുവിളി എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. ചലഞ്ചസ്. പ്രതിസന്ധി എന്ന വാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യനൊരു പ്രതിസന്ധി ഇല്ല, ഉള്ളത് വെല്ലുവിളികളാണ്. അതിനെ പ്രതിസന്ധിയായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, കപ്പൽ ഛേദത്തിൽ പെട്ടിട്ടുണ്ട്, തടവിലായിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ കിരീടം എനിക്കുള്ളതാണ്. ആ പുള്ളി കിരീടം നേടിയത് റോമാ പൗരനായി ജനിച്ചതുകൊണ്ടല്ല. അത് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. വിസ്തരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ റോമാ പൗരനാണ്, അതുകൊണ്ട് കൈസർക്ക് അഭയം തേടുകയാണ്. അദ്ദേഹം പരീശനായതുകൊണ്ടല്ല. പരീശന്മാർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതാണ്, അപ്പോൾ യേശു പുനരുത്ഥാനം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ടല്ല. മഹാപുരോഹിതൻ്റെ കയ്യെഴുത്ത് കയ്യിലുണ്ടായിരുന്നു, അത് മണ്ണിൽ വീണും പോയി. അതും കൊണ്ടുമല്ല, മറിച്ച് എന്നെ ശക്തനാക്കുന്നവൻ. ഈ ബോധ്യമാണ് നേതൃത്വത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പല ആളുകളും പറയും തമ്പുരാൻ കൂടെയുണ്ടെന്ന്. പക്ഷെ അതിൻ്റെ സ്വാധീനം എങ്ങനെയാണ് ഉണ്ടാവുക? തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ സ്വാധീനം എക്കാലത്തും മനുഷ്യരുടെ പങ്കാളിത്തവും കൂടെ ഉള്ളപ്പോഴാണ്. അത് നിങ്ങളുടെ ഈ പാഠ്യവിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. പങ്കാളിത്വപരമായ പ്രവർത്തനം, അമ്പട ഞാനേ എന്ന് പറയുന്നതല്ല. എൻ്റെ ചിന്തയോട്, എനിക്ക് എന്നെക്കുറിച്ചുള്ള ബോധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ആ ബോധ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി പങ്കാളിയാക്കുക. വേറൊരു പദം ചിലപ്പോൾ ആളുകൾ ഉപയോഗിക്കുക, അല്ല പ്രയോജനപ്പെടുത്തുക എന്നൊക്കെ പറയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എന്നെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെ നടത്തിപ്പിന് എന്നോടൊപ്പം നിൽക്കുമെന്ന് ബോധ്യമുള്ള ആളുകളെ പങ്കാളികളാക്കുക. അതിലും യേശുദമ്പുരാനാണ് മാതൃക. ഒരാളുടെ കാര്യത്തിൽ തെറ്റിപ്പോയി, പക്ഷേ ബാക്കി 11 പേരും, അപ്പോൾ 12-1 എന്നുള്ളതേ ഉള്ളൂ. ഒരു പക്ഷേ അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കും യൂദാസ്കറിയോത്തയുടെ. കാരണം യൂദാസ്കറിയോത്തയുടെ പശ്ചാത്തലം അങ്ങനെയുള്ളതായിരുന്നു. യൂദാസ്കറിയോത്തെ കുറ്റം പറയാനൊക്കുമെന്ന് പല പണ്ഡിതന്മാരും പറയില്ല കേട്ടോ, അത് വേറെ കാര്യം. നമ്മൾ രാജ്യത്വവും പൗരോഹിത്യവും നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്ന പോലെ യഹൂദന്മാരെക്കുറിച്ച് ചീത്ത പറയുന്ന യഹൂദന്മാരില്ലായിരുന്നുവെങ്കിൽ കർത്താവിനെ ആരാ കാണിച്ചു കൊടുക്കുക?
പീലാത്തോസിൻ്റെ അടുത്ത്. അപ്പോൾ അതിന് നമ്മൾ പുറകെ നടന്ന എല്ലാ ദുഃഖ വെള്ളിയാഴ്ച അവർ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല. അവരെ ചീത്ത പറയുന്നത് ഇപ്പോൾ പാലസ്തീൻകാരോട് ചെയ്യുന്നതിന് വേണ്ടി പറയാം. അന്ന് ചെയ്തതിൻ്റെ കഥ അവരനുഭവിച്ചു, തീർന്നു കഥ. ഇപ്പോൾ ഈ അടുത്ത ദിവസം എനിക്ക് ഐ എം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെനിക്ക് ആഴ്ചയിൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇസ്രായേൽക്കാരുടെ തന്നെയാണ്. ഈ കഴിഞ്ഞ ഇതിൽ യെശയ്യാ പ്രവചനം 66 അധ്യായം ആധരിച്ച ആധികാരികമായിട്ടാണ് ഞങ്ങൾ വിമോചിതരായത് കൂടി വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് മറുപടി അയച്ചു, ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായം കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കും. കൂടി വന്നു എന്ന് പറഞ്ഞാൽ ചിതറിപ്പോയിട്ടാണല്ലോ. എന്തുകൊണ്ടാണ് ചിതറിയത് എന്നുള്ളതും കൊണ്ട് ഓർത്തിരുന്നോളണം എന്ന്. പിന്നെ അതിന് മറുപടി ഒന്നും വന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മെക്കുറിച്ചുള്ള ധാരണയുടെ നടത്തിപ്പിന് വേണ്ടി അതോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ പങ്കാളികളാക്കാൻ, സഹകാരികളാക്കാൻ നമുക്ക് സാധിക്കും. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഈ ലോകത്തില്ല. യേശു തമ്പുരാൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. തമ്പുരാൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പിതാവിനോട് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വേറെ ആരുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. ഒരു ബലം വേണമല്ലോ. കത്തോലിക്ക സഭ അതിന് പറയും അവൻ മനുഷ്യനായിട്ടാണ് ആ സമയത്ത് കാണപ്പെടുന്നത്. അങ്ങനെയൊന്നുമില്ല, അവൻ ദൈവം തന്നെയായിരുന്നു. ഈ വിഭാഗീയത, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ശൈലിയിലുള്ള ഒരു വ്യാഖ്യാനമുണ്ട് പാശ്ചാത്യ കത്തോലിക്ക സഭയ്ക്ക്. അവൻ ഉറങ്ങിയപ്പോൾ മനുഷ്യനായിരുന്നു, നിലവിളിച്ചപ്പോൾ മനുഷ്യനായിരുന്നു, അവൻ കുരുടന് കാഴ്ച കൊടുത്തപ്പോൾ ദൈവമായിരുന്നു, ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ ദൈവം. അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. അവൻ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനും. അതാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പങ്കാളിത്വത്തിൻ്റെ, ദൈവം ഉണ്ടാക്കിയതിനൊക്കെ പേര് കൊടുക്കാൻ മനുഷ്യനോട് എന്തിനാ പറഞ്ഞേ? അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവമാണ് നമ്മൾ അപ്പൻ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ പങ്കിടേണ്ടത്. ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ, പങ്കാളിത്വത്തിൻ്റെ അനുഭവം, അതാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അമ്പട ഞാനേ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും ഈ മധുബഹ ശുശ്രൂഷക്കാരെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, പക്ഷേ മനപ്രയാസമുണ്ട്. ചില പള്ളികൾ ചെല്ലുമ്പോൾ നല്ല സിൽക്ക് ജുബ, മഞ്ഞ നിറമുള്ളത് അല്ലേ, അതിൻ്റെ വട്ടക്കഴുത്ത്, എന്നിട്ട് അതിൽ ഒരു ആനച്ചങ്ങല സ്വർണം പൂശിയത്, വലത്ത് കൈയിൽ അതിൻ്റെ ബാക്കി ചങ്ങല, ഇടത്ത് കൈയിൽ റോളക്സിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ളൊരു വാച്ച്, ഒരു 3 ഇഞ്ച് വീതിയുള്ള കസവുമുണ്ട്, കയ്യിലൊരു പ്ലാസ്റ്റിക് കൂട്. ഇത് ഈ അടുത്ത കടയിൽ നിന്ന് ഏതാണ്ട് കിട്ടിയതാണ്. അതിനകത്ത് ശുശ്രൂഷ കുപ്പായം. ഇതുമായിട്ട് മധുബഹായിലേക്ക് കയറിയിട്ട് പടിഞ്ഞാട്ടൊരു നോട്ടമുണ്ട്, അമ്പട ഞാനേ എന്നും പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിക്കുക, സഹോദര, ഈ സാധനം എവിടെയാണ് കിട്ടിയത്? ഏതാ അല്ല ഈ ശുശ്രൂഷ കുപ്പായേ? അത് ഈ പള്ളിയിൽ വെച്ചാ? ഓ, അത് മനസ്സിലായി. താഴത്ത് വെച്ചാണോ മുകളിൽ വെച്ചാണോ? താഴത്തായിരുന്നു. പിന്നെ ഇത് ഇങ്ങോട്ട് കരട്ടയ്ക്ക് പോകുന്നത് എന്താ? എന്നെ 4 പേരൊന്ന് കണ്ട എന്നെ ഒരു സംതൃപ്തിയാവില്ലേ? നിങ്ങളുടെയും ഭർത്താക്കന്മാരാരെങ്കിലും ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയണം. ഷമ്മാശന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ ഒരു നിർദ്ദേശമുണ്ട്, ഊറാറ കൂടാതെ മധുവായി പ്രവേശിക്കരുത്. അൽമായക്കാർക്ക് എന്ത് വസ്ത്രത്തിലും കയറാമെന്നില്ല. ശുശ്രൂഷ കുപ്പായിട്ടോണ്ടേ മധുവായി പ്രവേശിക്കാവൂ. പക്ഷെ ചില ആളുകൾക്കത് പോരാ. എന്നെ ഒന്ന് കാണണം, എന്നിട്ട് അകത്ത് കയറി ചെന്ന് വെച്ച് മൈക്ക് ഇങ്ങ് ഊരി കയ്യിലേക്ക് പിടിക്കുകയാണ്.
അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും അതിൽ കോവിഡ് ഉണ്ട് കേട്ടോ, വേറെ ആരാണ്ട് ഉപയോഗിച്ചതാണല്ലോ. ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. തിരുമേനിയെ പള്ളിയിൽ പെരുന്നാളിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണെന്ന്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറുന്ന വിഷയമാണ്. മൈക്കിലേക്ക് അലറേണ്ട ഒരു കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണിത്. ഇതെവിടെ ഇരുന്നോളൂ, എങ്ങും ഓടിപ്പോകില്ല. പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറുകയും ചെയ്യാം. പക്ഷെ അത് പോരാ, ഇതിങ്ങനെ ഊരി അങ്ങ് കയ്യിലേക്കാണ്. നമ്മുടെ ഈ ഗായക സംഘം എന്നൊക്കെ പറയണ കുസൃതി ഉണ്ടല്ലോ, ഒരു തരം കുസൃതിയാണത്. ഓർത്തഡോക്സ് സഭയിൽ ഗായക സംഘം ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗായക സംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് വല്ല മർത്തോമ സഭയിലോ CSI സഭയിലോ ചെല്ലണം, ഗായക സംഘത്തെ കാണണം. ഇതെല്ലാം ആളുകൾ അവനവന് എനിക്ക് എൻ്റെ മൈക്ക് വേണം എന്ന ഭാവത്തിൽ പങ്കാളിത്തം നഷ്ടപ്പെട്ട അവസ്ഥയാണ് പലപ്പോഴും ആരാധന പോലും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആണുങ്ങൾ വിചാരിക്കുക, അവർ ചൊല്ലിക്കോളൂ, എനിക്കെന്തായ, എൻ്റെ വായിൽ വെള്ളം പറ്റിക്കണ്ടല്ലോ, മിണ്ടാണ്ട് നിൽക്കും. ഓർത്തഡോക്സ് സഭയിലെ ആരാധന വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനയാണ്, പങ്കാളിത്വത്തിലാണ്. പിന്നെ കുറേ സ്ത്രീകൾ ഇപ്പോൾ എന്ത് ഉദരവായാലും കുഴപ്പമില്ല, ഞങ്ങളും കൂടെ ചൊല്ലിയേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മിണ്ടാണ്ട് നിൽക്കുകയാണ് മനുഷ്യർ. ഈ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ കാണാം, വാ വിളിക്കുമ്പോൾ ഈ ചക്ക വെട്ടുമ്പോൾ ഉള്ള മുളഞ്ഞിന് ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് നിൽക്കില്ലേ എന്ന് പറഞ്ഞവർ മിണ്ടിയിട്ടില്ല. പള്ളിയിൽ വന്നിട്ട് വാ തുറന്നിട്ടില്ല. ആരാധനയിലും ആരാധനയുടെ അനുബന്ധമായ പ്രവർത്തനത്തിലും പങ്കാളിത്തം അത് ഉറപ്പാക്കണം. ആവശ്യമുള്ള ആളുകളെ കൂട്ടത്തിൽ നിർത്തണം. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത് നേതാവിൻ്റെ ഗുണമാണ്. ഇപ്പം മൈക്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നാട് നീളെ, ആളുകൾക്കൊട്ട് മനസ്സിലാവണമില്ല. ഞാൻ ജയിച്ച ആനയാക്കും കുതിരയാക്കും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പ്രവർത്തിക്കുന്നത്, ഈ ആളുകളെ ചേർത്ത് നിർത്തുന്നത് പരിമിതമായ ലക്ഷ്യത്തെ കരുതിയല്ല, മറിച്ച് വിശാലമായ ഒരു ലക്ഷ്യമാണ്. ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പാണ് ലക്ഷ്യം, ക്രിസ്ത്യാനിയുടെ അല്ല. ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് അത് എവിടെ തുടങ്ങിയതാണെന്നറിയാവോ? അബ്രഹാമിൽ തുടങ്ങിയതാണ്. നീ മൂലം സകല ജാതിയും അനുഗ്രഹിക്കപ്പെടും. അവരത് മറന്നു എന്നുള്ളത് മാത്രമല്ല, യാക്കോബിൻ്റെ 12 മക്കളെ ചെറുതാക്കി ഒരൊറ്റ മകൻ്റെ അവകാശമായി യൂദായുടെ യഹൂദ്യ എന്ന് പറയും. അതാണിപ്പോൾ ഇസ്രായേൽ എന്നും പറഞ്ഞ് നടക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ബെന്യാമീനെ പോലും ഇല്ലാതെയാക്കി, ശൗലിൻ്റെ ഗോത്രമായിരുന്നു. എന്നിട്ടിപ്പം ഞങ്ങളാണ് ദൈവജനം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. 10 ഗോത്രക്കാരിട്ടേച്ചു പോയി ശലോമോന് ശേഷം. ക്രിസ്ത്യാനിയുടെ വിഷയമല്ല. നിങ്ങൾ സകല ജാതികളോടും പോയി, അങ്ങനെ ആയിരുന്നില്ല യേശു തമ്പുരാൻ്റെ ജനനത്താലുള്ള ജനസമൂഹം. ശമരിയാക്കാരോട് മിണ്ടരുത്, കനാന്യരെല്ലാം നായ്ക്കളാണ്, റോമാക്കാരോട് സഹവർത്തിത്വം പാടില്ല, കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല, ചുങ്കക്കാരനോട് അടുക്കാൻ പാടില്ല, മിണ്ടാൻ മേല. ഇതൊക്കെയായിരുന്നു. ആരാണ് ഈ പറയുന്നത്? സകല ജാതിയും നീ മൂലം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെ സന്തതിയുടെ കഥയാണ് ഈ പറഞ്ഞത്. നമ്മുടെ വടക്കൻ ഭാഗത്തുള്ള ഒരു പ്രാർത്ഥനയാണ് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അത് തുടങ്ങണത് എങ്ങനെയാണ്? അതിൻ്റെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നടന്ന
ക്രിസ്ത്യാനികളുടെ രക്ഷകനായ ഏത് മാതാവിൻ്റെ കഥയെ പറയണേ? മാതാവ് ക്രിസ്ത്യാനിക്ക് മാത്രമേ ഉള്ളതാണോ? അതിൽ എഴുതി വച്ചേക്കുന്നത് എങ്ങനെയാണ്? അത് എഴുതി ഉണ്ടാക്കിയ ആളുകളുടെ വിവരക്കേടാണ്. സർവ്വസൃഷ്ടിയുടെയും, ഞാനത് തിരുത്തിയേ വായിക്കാറുള്ളൂ, സർവ്വസൃഷ്ടിയുടെയും രക്ഷകനായ തമ്പുരാനെ. അതിൽ എൻ്റെ കൂടെ വന്ന് കിടക്കുന്ന പൂച്ചയുടെ കാര്യം പോലും ഉണ്ട്. ഈ സൃഷ്ടിയുടെ മുഴുവൻ വീണ്ടെടുപ്പുകാരനാണ്. ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, തടിപ്പിച്ച മൃഗവും ബാലസിംഹവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ വളർത്തും. അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അപ്പോൾ ഒന്ന് വിശാലമായ ഒരു ലക്ഷ്യബോധമുണ്ടാകണം. എൻ്റെ ഇടവക നല്ലതാണ്, എൻ്റെ ഭദ്രാസനം നല്ലതാണ്, എൻ്റെ സഭ. ഇപ്പം ഈ എൻ്റെ സഭ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങ് ഈ കാലെ കട്ടുറുമ്പ് കടിച്ചതുപോലെയാണ്, തുള്ളുകയാണ് നിന്ന്. ഈ ഇൻകുലാബ് സിന്ദാബ എന്ന് പറയുന്നത് പോലെ നീണാൾ വാഴട്ടെ. എന്തിനാ? എന്താ കാര്യം? എന്താ? ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയിർത്ത ഒരുത്തൻ്റെ കഥയാണ് പറയേണ്ടത്, അല്ലാണ്ട് ഞങ്ങൾ ഈ കുപ്പായക്കാരുടെ കഥയല്ല. അത് നമ്മൾ മറന്നു പോവുകയാണ്. നീണാൾ വാഴേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവവും ദൈവത്തിൻ്റെ ലക്ഷ്യവും. അതാണ് യേശുദമ്പുരാൻ പഠിപ്പിച്ചത്. നിൻ്റെ രാജ്യം വരേണം. അതിനപ്പുറത്ത് ഒരു ഇൻകുലാബും ഇല്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്, ഈ പാത്രികേസുകാരുടെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയതാണ്. അതിനു മുമ്പ് നമ്മുടെ പള്ളികളിലൊക്കെ കൊടിമരത്തെ കയറ്റിയിരുന്ന എന്താ? അടിയിൽ തിരിച്ചിട്ടതുപോലെയുള്ള അല്ലേ ഒരു കൊടിയാണ്. ഇപ്പം അതല്ല, ഇല്ല തൊപ്പിയും താക്കോലും. അതൊരു കൂട്ടരുടെ, നമുക്ക് താക്കോലില്ല പോലും. എന്ത് ചെയ്യുമെന്ന് പറ. ലോകം ചെറുതായി വരികയാണ്. ആശയവിനിമയ ബന്ധത്തിൽ മാത്രം, മറിച്ച് ലോകം വളർന്നു വരികയാണ് ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അത് മുഴുവൻ ദൈവത്തിൻ്റെ ശ്രദ്ധയിലാകുമ്പോൾ ആ ശ്രദ്ധ നമ്മുടെയും ശ്രദ്ധയാണ്. അല്ലെങ്കിൽ തോമാശ്ലീഹ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒരു വിശാലമായ കാഴ്ചപ്പാടും കൂടെ നമുക്കുണ്ടാവണം ഒരു നേതാവിന്. എൻ്റെ ചെറിയ കുടുംബം കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ആ കുടുംബം ഒരു ഇടവകയുടെ ഭാഗമാണ്. ആ ഇടവക ഒരു മെത്രാസനത്തിൻ്റെ ഭാഗമാണ്. ആ മെത്രാസനം ഒരു സഭയുടെ ഭാഗമാണ്. ആ സഭ ഈ ലോകത്തിലെ മനുഷ്യരുടെ കൂട്ടമാണ്. ആ മനുഷ്യർ ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ഇടയ്ക്ക് ജീവിക്കുന്നതുമാണ്. അപ്പോൾ വിശാലമായ ഒരു ലക്ഷ്യബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ. ഇത്രയും ഭാരിച്ച കാര്യമൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല തിരുമേനിന്ന്. പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പള്ളിക്കാർ ഇവിടെ ഇല്ലയെന്ന് എനിക്ക് പറഞ്ഞു. പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ടൈലിടണം. ഞാൻ പറഞ്ഞു നടക്കില്ല. ഞാൻ നടക്കില്ല എന്നല്ല, ടൈലിടിയിൽ നടക്കില്ല. ഇപ്പം ഇട്ടേതിൻ്റെ അനുഭവിക്കുകയാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 42 ഡിഗ്രിയായി. അവിടെ സ്ത്രീ ശാക്തീകരണം, പുരുഷ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് ഒരു അർത്ഥമില്ല. വേർത്ത് കുളിച്ച് അതിന് പകരം ഞാനും ഒക്കെ ചെയ്യുന്നതാണ് എ സി ഇടുക. എ സി ഇടുമ്പോൾ അതിൻ്റെ ചൂടങ്ങോട്ടാണ് പോണേ. ഇപ്പോൾ ഒരു പുതിയ എ സി ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം കിട്ടുന്ന വെള്ളം ചൂടുള്ളതാണ്.
അപ്പോൾ അത് രണ്ടും കൂടെ കിട്ടുമെന്നും പറഞ്ഞ്. രണ്ടായാലും ശരിയാണ്. വിശാലമായൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ നിയോഗത്തെ ക്രോഡീകരിക്കാൻ സാധിക്കുക. മക്കളെ, ആ മരം വെട്ടണ്ട കേട്ടോ. ഒരു ലോകദർശനമാണത്. അതവിടെ നിന്നോട്ടെ. യേശുദമ്പുരാൻ പറഞ്ഞില്ലേ, ഒരു ഉമ്മാമ്മ പറഞ്ഞപ്പോൾ, അതവിടെ നിൽക്കട്ടെ. ഈ ഒരു കാഴ്ചപ്പാട്, വിശാലമായൊരു കാഴ്ചപ്പാട് ഒരു നേതാവിൻ്റെ നിർണായക സ്വഭാവമാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. ലോകം പണ്ട് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പരന്നതാണെന്നാണ്, അല്ലേ? പരന്നതല്ല, ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളെ തല്ലിക്കൊള്ളാൻ നോക്കിയതാരാ? സഭയാണ്. അങ്ങനെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയപ്പോൾ അങ്ങേര് വശം കെട്ടിട്ട് പറഞ്ഞു, ഉവ്വ നിങ്ങൾ പറയുന്നത് ശരി. പക്ഷെ അങ്ങേര് ആ കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനത് പരന്നതാന്ന് പറഞ്ഞാലും പരന്നതല്ല എന്ന് പറഞ്ഞാലും ഉരുണ്ട് തന്നെ ഇരിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല. പണ്ട് 5ാം ക്ലാസ് കഴിയുമ്പോഴെങ്കിലും ഒരു മുണ്ട് കിട്ടിയെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ അരനിക്കറേ മാറ്റിയിട്ട്. നീ തോന്നുന്നു ഇത്രയും പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ആളുകൾ അരനിക്കറിട്ടോണ്ടാണ് നടക്കണേ. ചന്തേച്ച് നോക്കിയേ, സ്റ്റുഡിയോയിൽ പോയിരുന്നു ബലമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ഇങ്ങനെ ഇരുന്ന മനുഷ്യർ ഇപ്പോൾ കല്യാണം നടക്കുമ്പോൾ മുഴുത്ത അപ്പച്ചന്മാർ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് മൊബൈൽ ഫോണുമായിട്ട് ഫോട്ടോ എടുക്കാൻ. ലോകം കറങ്ങുകയാണ്, മാറുകയാണ്. നമ്മുടെ പരുമലപ്പള്ളിയുടെ വാതിക്കലും കണ്ട് എഴുതി വച്ചിരുന്നു, ഈ കല്യാണത്തിന് വരുന്ന പെൺപിള്ളേർ ഗൗൺ ഇടരുതെന്നും പറഞ്ഞു. ആ റംബാച്ചൻ എന്നാ ജേതം ഗൗണാണെങ്കിൽ. കാലം മാറുകയാണ്. ഒരു നേതാവിന് ഈ മാറ്റത്തെ കണ്ട് വിലയിരുത്താൻ സാധിക്കണം. ഇപ്പോൾ സിനഡിൽ ഈ ചോദ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാന്യമായ വസ്ത്രം എന്ന് പറ ദയവ് ചെയ്ത്. അല്ല, പണ്ടല്ലേ നമ്മുടെ എല്ലാം കാരണവന്മാർ ചട്ടയും മുണ്ടുമായിരുന്നു. അത് ഞെറിയൊക്കെ ഇട്ട് ഇങ്ങനെ സുന്ദരരായി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് സാരി ആക്കിയത്. സാരി ഉടുത്താലും തീരില്ലാത്തൊരു സാധനം. നമ്മുടെ പല പെൺപിള്ളേർക്കും ഇത് ഉടുക്കാനും അറിയാൻ മേല. കല്യാണത്തിനൊക്കെ ഉടുപ്പിക്കാൻ 3 പേര് വേണ്ടി വരും. അപ്പോഴാണ് ഈ പഞ്ചാബിയുടെ ഡ്രസ്സ് വരുന്നത്. അപ്പോൾ ചില ആളുകൾ ഷർട്ടും പാൻറ്റും ആക്കി. മനുഷ്യന് കംഫർട്ടബിളായ വസ്ത്രം ധരിച്ച് നടക്കുക, മാന്യമായിരിക്കണം. അതിനപ്പുറത്തേക്ക് കാലങ്ങൾ മാറി മാറി വരുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയല്ല, വിലയിരുത്തൽ മുഖേന പരിശോധിക്കാൻ സാധിക്കുക. വിമർശനമല്ല, വിലയിരുത്തലാണ്. ആ കുട്ടിക്ക് ചേർന്നതാണോ, അല്ലെങ്കിൽ അത് നാട്ടുകാരുടെ ഇടയിൽ നൽകുന്ന ഇമേജ് എന്തായിരിക്കും? ലോകം മാറുകയാണ്. ആ മാറ്റത്തെ വിലയിരുത്തി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങളെ സൃഷ്ടിക്കണം. ഈ സ്ത്രീകളുടെ വോട്ടവകാശം എൻ്റെ ഒരു ചോദ്യത്തിൽ തുടങ്ങിയതാണ്. 2012 മുമ്പുള്ള മലങ്കര അസോസിയേഷനോട് ബന്ധപ്പെട്ടാണ് കാതോലിക്കേറ്റിൻ്റെ സെൻറ്റിനറി ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ സിനഡ് ഇങ്ങനെ കൂലങ്കഷമായി ചർച്ച ചെയ്യുകയാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്.
അപ്പം ഞാൻ മണ്ടത്തരം ഒരു ചോദ്യം ചോദിച്ചു. ഈ സ്വാതന്ത്ര്യം മലങ്കര സഭയുടെ എന്നൊക്കെ പറഞ്ഞ ആണുങ്ങൾക്കല്ലേ ഉള്ളൂ, പെണ്ണുങ്ങളുടെ കാര്യം എന്തായി? ഓ, അത് ശരിയാണല്ലോ. എന്നാൽ തിരുമേനി അതേക്കുറിച്ചൊരു ലേഖനം ഉണ്ടാക്കിക്കൊണ്ടുപോകാം. ലേഖനം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. 3 തലത്തിലും, ഇടവക, ഭദ്രാസനം, സഭാതലത്തിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം. ചില ആളുകൾ പറഞ്ഞു അതിന് ഇന്ന മാനദണ്ഡം വയ്ക്കണം, 33%. ഒന്നും വേണ്ട. ഇടവകളോട് മെത്രാച്ചൻ പറഞ്ഞാൽ കേൾക്കും. പരമാവധി ആളുകളെ ഉണ്ടാവണം. അത് പാസ്സാക്കി ഭരണഘടനാ ഭേദഗതി കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ അവിടുത്തെ ചില ആളുകൾ പറഞ്ഞു അത് ഒന്നിച്ചു വേണ്ട, ആദ്യത്തെ ഇടവക തലത്തിൽ വലിയ പരിക്ക് പറ്റില്ലല്ലോ ഈ മീശ വെച്ച് വരുന്ന ആളുകൾക്ക്. അവിടെ നിന്നു. ഈ കഴിഞ്ഞ അസോസിയേഷന് തൊട്ട് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് സിനഡ് പാസ്സാക്കി. പക്ഷെ ഭേദഗതി വന്നിട്ടില്ല ഭരണഘടനയിൽ, ഭദ്രാസന തലത്തിലെങ്കിലും. ഇപ്പം എൻ്റെ ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ ഈ ഭദ്രാസനത്തിലെ ഒരിടവകയിൽ നിന്ന് ഒരു സ്ത്രീയെ ഭദ്രാസന പൊതുയോഗത്തിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടു. അത് പരാതിയായി അവിടെ കാതോലിക്ക ബാവയുടെ അടുത്ത്. തള്ളാനും മേലെ കൊള്ളാനും മേലാതെയായി. ആളുകളെല്ലാം ചേർന്ന് അവരെ കൗൺസിലിലേക്കും തിരഞ്ഞെടുത്തു. അതിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സ്ത്രീ പീഡനമാവും, ഇറക്കി വിടാതിരുന്നാൽ ഭരണഘടനാ ലംഘനമാവും. ഇപ്പം ചെകുത്താനും കടലിനും നടുക്കായി. പുള്ളിക്കാരത്തി വന്നിരിക്കും, അഭിപ്രായവും പറയും, ഞങ്ങൾ കേൾക്കും. ഞാൻ പറഞ്ഞത് ലോകം മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ നന്മയെ വിലയിരുത്തി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ സ്ത്രീകൾ നിന്നിരുന്നത് പുരുഷന്മാരുടെ പുറകിലാണ്. ഞങ്ങളുടെ അടുത്ത പള്ളി മാർമിക്കായൽ പള്ളി വെട്ടിത്തറ, അവിടെ ആദ്യം മാറ്റി. കാരണം അവിടെ കോളേജ് പഠിപ്പിക്കുന്ന ഒരു ചെമ്മാച്ചനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാവില്ല, സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ്, അതുകൊണ്ട് വലതുവശത്തേക്ക് സ്ത്രീകൾ മാറണം. മാറ്റി. അപ്പം ഞങ്ങൾക്കൊരു മനപ്രയാസം. എൻ്റെ സെൻറ്റ് മേരീസ് ഇടവകയാണ്. ഞങ്ങൾക്കൊരു മനപ്രയാസം. ഇത് അവർ മാറ്റിയപ്പോൾ ഞങ്ങൾ മാറ്റാതിരിക്കണേ ഇങ്ങനെ. കുറച്ചു കാലം പിടിച്ചു നോക്കി, അവസാന രക്ഷയില്ലാതെ ഞങ്ങൾ മാറ്റി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് വന്നത്, മധുബഹായിൽ മാമോദീസ മുക്കിയ കുഞ്ഞുങ്ങളെ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ അകത്ത് കയറ്റണം. പെൺപിള്ളേരെ എങ്ങനെയാണ് മധുബായിലൊക്കെ കയറ്റണേ? ബംഗാളിയെ കയറ്റാം അപ്പോൾ ശുശ്രൂഷക്കാരായിട്ടേ. ഇപ്പോൾ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അത് കുസൃതി ഞാനാണ് കാണിച്ചത്. പൂർണ്ണ ഷമ്മാശന്മാരെ സ്ഥിര ഷമ്മാശന്മാരാക്കി, അച്ഛനാകാനല്ല, എല്ലാ ഇടവകളിലും വേണം. കാരണം നമ്മുടെ ഇടവകയിലെ, നമ്മുടെ പള്ളി സഭയിലെ ശുശ്രൂഷ പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണ ഷമ്മാശനും വേണം മധുബായിൽ. ആ കൂട്ടത്തിൽ ഷമ്മാശിനിമാരും എന്ന് പറയുന്ന ഒരു വകുപ്പും കൂടെ ഉൾപ്പെടുത്തി. അപ്പം ഞങ്ങളുടെ ഒരു തിരുമേനിക്ക് പറഞ്ഞു അത് വേണ്ട. ഞാൻ പട്ടം കൊടുത്തിട്ടുണ്ട് ഷമ്മാശിനിമാർക്ക്. നമ്മുടെ സഭയുടെ ഭാഗമായിട്ട് സിറിയയിലെ ഒരു 300 വീട്ടുകാർ കാലിഫോർണിയയിലെ ഇടവകയായിട്ടുണ്ടായിരുന്നു. സിറിയക്കാരാണ്, അവർക്കുണ്ട് ഷമ്മാശിനിമാർ. അപ്പോൾ ചാടിക്കേറി അച്ഛൻ്റെ പണി ചെയ്യാനൊന്നുമല്ല, സഹായിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് കാലം മാറുകയാണ്. സഭകളിൽ ഇപ്പോൾ അച്ഛന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്, സ്ത്രീകൾ. അത് നമുക്ക് ചിന്തിക്കാൻ തൽക്കാലം സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നേതാക്കന്മാരാദ്യം അറിയണം. ജനത്തിന് അറിയാൻ കുറച്ച് സാവകാശം കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളാദ്യം അറിയണം. നമ്മൾ ചാടി പെണ്ണ് അങ്ങ് കയറി ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വിശാലമായ കാഴ്ചപ്പാട് ഈ ലോകം മാറുന്നു എന്ന് കണ്ടുകൊണ്ട് സ്വീകരിക്കാൻ ഒരു നേതാവിന് സാധിക്കണം. അവിടെയാണ്
സ്ത്രീകളുടെ ഉന്നതി, പ്രാതിനിധ്യം തുടങ്ങിയ കാര്യങ്ങൾ, ശാക്തീകരണം. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. നിങ്ങളുടെ ഇടവക പള്ളികളിൽ സഭയുടെ തീരുമാനം നടപ്പാക്കണമെന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? പഴയ നിയമം വായിക്കാൻ സഭ അനുവദിച്ചിട്ടുണ്ട്. അച്ഛാ, ഞങ്ങളത് വായിച്ചോട്ടെ, ഇതാരെങ്കിലും ചോദിക്കാൻ തയ്യാറാവോ? ഇതാണ് വിഷയം. അത് ഞങ്ങളുടെ അവകാശമാണ്, സഭ അനുവദിച്ചതാണ്. നമ്മുടെ ശാക്തീകരണം അവിടെ തുടങ്ങണം. സഭയുടെ കമ്മിറ്റികളിൽ, ഇടവകയുടെ കമ്മിറ്റികളിൽ, ഇപ്പോൾ ഈ സൗദി അറേബ്യയിലെ ഇടവകളും കോൺഗ്രിഗേഷനും തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ ഭാഗമാണ്. അവിടെ എല്ലാം ഈ മീശ മുളച്ചവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കമ്മിറ്റികളിൽ. ആ കമ്മിറ്റികളിൽ ഞാനൊരല്പം സാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലയിടത്തും ഇതിപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. വനിതകളും കൂടെ കമ്മിറ്റികളിൽ ഉണ്ടാകണം. ദൈവം സൃഷ്ടിച്ചത് രണ്ടായിട്ടല്ല. യേശുതമ്പുരാൻ്റെ അടുത്ത് പരീശന്മാർ കുറേ പേര് പോയി ചോദിച്ചു, എൻ്റെ ഭാര്യ ചൈനയിലുണ്ടാക്കിയതാണ്, മാറ്റി മേടിക്കാൻ പറ്റുമോ? ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായമാണ് യേശുതമ്പുരാൻ ഉദ്ധരിച്ചത്, 2-ാം അധ്യായമല്ല. 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അത് നിർണായകമാണ്. കാരണം 2-ാം അധ്യായത്തിൽ ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, രണ്ടാമത് വാരിയലിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ്. പക്ഷെ 1-ാം അധ്യായത്തിൽ ആദമിനെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആദാം എന്ന് പറഞ്ഞ പുരുഷൻ എന്നല്ല, ആദാം എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതൊരു പക്ഷേ നിങ്ങളിൽ പല ആളുകൾക്കും പുതിയ അറിവായിരിക്കും. ആദാം എന്ന വാക്കിൻ്റെ അർത്ഥം പുരുഷൻ എന്നല്ല. കാര്യം പുല്ലിംഗ വാക്കാണ്. പക്ഷെ ആ പുല്ലിംഗ വാക്കിൻ്റെ സ്ത്രീലിംഗ വാക്ക് സ്ത്രീ എന്നല്ല, ഭൂമി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, അദാമായിൽ നിന്നുണ്ടായ ആദാം, ഭൂമിയിൽ നിന്നുണ്ടായ മനുഷ്യൻ, അത്രേ ഉള്ളൂ. അതാണ് യേശുതമ്പുരാൻ ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം എന്നത് ക്രിസ്തുവിൻ്റെ അജണ്ടയിലുണ്ടായിരുന്നതാണ്. ചില ആളുകൾ പറയും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല. ആ സ്ത്രീകളെ സുവിശേഷീകരിച്ചതാരാ? അല്ല, ആ പുരുഷന്മാരെ 12 പേരെ കർത്താവ് വിവരമുള്ള ആളായിരുന്നു. ഇന്ത്യയിൽ ആ കാലത്ത് സുവിശേഷം പറയാൻ ഒരു സ്ത്രീയെ വന്നെങ്കിൽ കേൾക്കുമോ? എല്ലാവരും കേൾക്കില്ല. പൗലോസിന് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം അക്കാലത്ത് സ്ത്രീക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തവരെല്ലാം പുരുഷന്മാരായിരുന്നു. പക്ഷേ ആ പുരുഷന്മാരെ സുവിശേഷം അറിയിച്ചത് ഖബറിങ്കൽ വന്ന സ്ത്രീകളാണ്. അപ്പോൾ അവരെയാണ് കൂട്ടായി നിർത്തിയത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നേതൃത്വ പരിശീലനമാണ്. അതോടൊപ്പം വനിതകളുടെ ശാക്തീകരണവും നമ്മുടെ വിഷയമാണ്. അത് കൃത്രിമമായി ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് സ്വാഭാവികമായ ഒന്ന് എന്ന് നമ്മുടെ നാഥൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അത് ശമരിയയിലായാലും, അത് യഹൂദ്യയിലായാലും, അത് ഖബറിങ്കലായാലും, ക്രൂശിങ്കലായാലും. ആരും ഔദാര്യം തരേണ്ടതല്ല, അത് ദൈവഹിതമായ അവകാശമാണ്. പക്ഷെ ആ അവകാശം ഉപയോഗിക്കുമ്പോൾ ഓരോ വ്യക്തിയും അവനവനാരാണ് എന്നുള്ളത് അറിയാൻ സാധിക്കണം. ആ അറിവിൻ്റെ വിശാലമായ സ്വാധീനം എന്തൊക്കെ എന്നുള്ളത് അറിയാൻ സാധിക്കണം. ആ അറിവ് പങ്കിടുന്ന ആളുകളെ ചേർത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ആ പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങൾ നേരിടാൻ തയ്യാറാകണം. അതിലൂടെ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കണം. നിൻ്റെ രാജ്യം വരയണം.
പറന്നു പോകാനല്ല, ഇവിടെ വരാനാണ്. ഇതാണ് മർത്തമറിയ സമാജമായാലും അല്ലെങ്കിലും ഉത്തരവാദിത്വം. മർത്തമറിയ സമാജത്തിന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇതുവരെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ അവകാശങ്ങൾ മേടിക്കാനുള്ള സാധ്യതയുണ്ട്. പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരാണ്, തൊഴിൽ മേഖലയിൽ തുല്യസ്ഥാനമുള്ളവരാണ്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവരാണ്. അത് നിങ്ങളുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. ആ സാധ്യത നിങ്ങളുടെ മക്കളിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺമക്കളിലേക്ക് പകരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുമാണ്. ആ പഴയ വാക്കുണ്ടല്ലോ, വല്ലോൻ്റെയും വീട്ടിൽ പോകാൻ ഒരു നിർബന്ധമില്ല. കർത്താവ് പറഞ്ഞത് എന്താ? ആദിയിൽ ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ദത്ത് പോകണമെന്നാണ് പറഞ്ഞേ. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, ദത്ത് പോകണമെന്ന്. ഇത് സമൂഹം തലതിരിച്ചതാണ്. എല്ലാ ആശംസകളും ദൈവാനുഗ്രഹവും നേരുന്നു. ഞാനീ പറഞ്ഞത് 100% ഒറ്റയടിക്ക് നടക്കുമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് സാധിക്കും. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുള്ളത് അമ്മമാരാണ്. ആ അമ്മമാർക്കത് സാധിക്കും. യേശു തമ്പുരാനെ വളർത്താൻ കന്യമറിയാവിന് സാധിച്ചതുപോലെ നിങ്ങളുടെ തലമുറകളെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.